കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആർക്കിമിഡീസും കൂട്ടരും കുന്നിൻ മുകളിലേക്ക് കയറിപ്പോയി അല്ലേ? എന്തായിരിക്കും ആർക്കിമിഡീസ് ചെയ്യാൻ പോകുന്നത്? അത്രയും വരെ നമ്മൾ പഠിച്ചു. ബാക്കി നമുക്കിന്ന് പഠിക്കാം. അദ്ദേഹം ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ വിജയിക്കുമെന്ന് ആർക്കും ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ല. ചെറുതെങ്കിലും വീരന്മാർ ഉൾക്കൊള്ളുന്ന സെറാക്കൂസിൻ്റെ സൈന്യം കടൽക്കരയിലെത്തി എന്തിനും തയ്യാറായി നിന്നു. റോമാക്കാരെ ദൂരെ കടലിൽ കണ്ടു തുടങ്ങി. നിരനിരയായി കുറേ കപ്പലുകൾ, മുകൾ തട്ടുകളിൽ ആയുധങ്ങളേന്തിയ പടയാളികൾ. ചിത്രത്തിലേക്ക് നോക്കിക്കേ. റോമാക്കാർ ആവേശത്തിലാണ്. എത്രയും പെട്ടെന്ന് സെറാക്കൂസിലെത്തണം. അവർക്കെന്തു ചെയ്യാൻ കഴിയും? നിഷ്പ്രയാസം കീഴടക്കാം. മുന്നോട്ട് മുന്നോട്ട് വേഗം. പെട്ടെന്ന് സൂര്യൻ അവർക്ക് നേരെ കത്തിജ്വലിച്ചു. എന്താണത്? റോമാക്കാരുടെ സൈന്യത്തെ വഹിച്ചുകൊണ്ട് മുമ്പേ പോയിരുന്ന കപ്പലിന് എന്തുപറ്റി? അതിൽ തീ ആളിക്കത്തുന്നു. പിന്നാലെയുള്ള കപ്പലുകളിലും തീ പടരുന്നു. പടയാളികൾ കടലിലേക്ക് ചാടുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല. തീപ്പന്തങ്ങളൊന്നും കപ്പലിലേക്ക് വരുന്നത് കണ്ടില്ല. പിന്നെങ്ങനെ? പിറകെ വന്ന കപ്പലുകൾക്ക് രക്ഷപ്പെട്ടാൽ മതിയെന്നായി. അവർ തിരിച്ചു പോകാൻ തുടങ്ങി. കരയിൽ നിൽക്കുന്ന സെറാക്കൂസ് സൈന്യർ ആർത്തു വിളിച്ചു. പക്ഷേ അവർക്ക് ഒന്നും മനസ്സിലായില്ല എന്താണ് സംഭവിച്ചതെന്ന്. ഹെറോൻ രാജാവ് ഈ സന്തോഷ വാർത്ത അറിഞ്ഞു. ഇത് ആർക്കിമിഡീസിൻ്റെ വിദ്യയാണ്, സംശയമില്ല. എന്താണ് വിദ്യ? രാജാവ് ആർക്കിമിഡീസിൻ്റെ അടുത്തെത്തി. അവിടെ ചില തൂണുകളിൽ വലിയ കണ്ണാടികൾ ഉറപ്പിച്ചിരിക്കുന്നു. ആർക്കിമിഡീസ്, അങ്ങ് എന്താണ് ചെയ്തത്? എങ്ങനെയാണ് ആ കപ്പലുകൾക്ക് തീ പിടിച്ചത്? രാജാവിന് ജിജ്ഞാസ അടക്കാനായില്ല. ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ അറിയാനുള്ള ആഗ്രഹത്തിനെയാണ് ജിജ്ഞാസ എന്ന് പറയുന്നത്. അത് വളരെ ലളിതമാണ് പ്രഭു. ഉള്ളിലേക്ക് വളഞ്ഞ കണ്ണാടിയിൽ സൂര്യരശ്മികൾ തട്ടിച്ചാൽ അത് ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കും. ആ സ്ഥലത്ത് ചൂട് വളരെ കൂടും, തീ പിടിക്കും. ഞങ്ങൾ അത് റോമാക്കാരുടെ കപ്പലുകളിൽ കേന്ദ്രീകരിച്ചു. അത്ര തന്നെയെന്ന് ആർക്കിമിഡീസ് പറയുകയാണ്. കൊള്ളാം, സൂര്യനാണ് ഈ കണ്ണാടിയമ്പുകൾ ഉപയോഗിച്ച് നമ്മുടെ ശത്രുക്കളെ തുരത്തിയതല്ലേ? രാജാവ് ആഹ്ലാദത്തോടെ പറഞ്ഞു. നമ്മളിവിടെ പറഞ്ഞ് റോമാക്കാരുടെ കപ്പലുകൾക്ക് തീ പിടിച്ചത് എങ്ങനെയെന്നാണ് നമ്മളിന്ന് പഠിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ ഒരു പിക്ചർ ഞാൻ അയച്ചു തരുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. ഓക്കെ, എല്ലാവരും ടെക്സ്റ്റ് വായിക്കണം. ഓക്കെ, താങ്ക് യു.